ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷമയുടെ പുതിയ എപ്പിസോഡിലെ സിനിമ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി നന്ദൂട്ടൻ രാധികയെ കൂട്ടി വന്നിരിക്കുക. അല്പസമയം കഴിയുമ്പോ അങ്ങോട്ടേക്ക് ജീവ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വരികയാണ്. ഇങ്ങേര് കാർത്തികയെ കാണുന്നതും കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം പരിചയമുള്ള ആൾക്കാർ തമ്മില് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു ചിരിയൊക്കെ ഇല്ലേ, അങ്ങനെ ചിരിച്ചതിന് ശേഷം ഡയറക്ടറുടെ അടുത്തേക്ക് പോവും. ആ സർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരം തുടരാണ്. ജീവ മേക്കപ്പ് ചെയ്തോളൂ എന്ന് പറയുമ്പോ ശരിയെന്ന് പറയും. ശേഷം സുബിനെ വിളിക്കാം. ജീവയ്ക്കും അതേതാ പെൺകുട്ടി, അത് പുതിയ ആർട്ടിസ്റ്റ് ആണോ? അപ്പോ സുബിൻ നോക്കിട്ട് വയ്ക്കും, ഏത്? ജീവ പറയും, ആ യെല്ലോ ചുരിദാർ. അത് നാട്ടുകാരിയാ. അപ്പോ ജീവ പറയും, നമ്മുടെ ഗായിക ശ്യാമ മേഡത്തിന്റെ ചായ ഇല്ലേ ആ കുട്ടിക്ക്? സുബിൻ പറയും നോക്കിയിട്ട്, കറക്റ്റ് ആണ് സർ, നമുക്ക് മേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജീവയെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോ ജീവ നേരത്തെ നോക്കി ചിരിച്ചതൊക്കെ ശ്യാമയെ പോലെ ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുമ്പോഴും ജീവ രാധികനെ തന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. രാധിക അതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിലും നോക്കി നിക്കണേ. നന്ദു, മോൻ ഇവിടെ നിന്നോ, ഞാൻ പോവാ. നന്ദുട്ടൻ പറയും, ചേച്ചി ഒന്നും മിണ്ടാന്നേ, ഇനി ആരാ വരാനുള്ളതെന്ന് അറിയോ? വിനയപ്രസാദ്, അവരും കൂടി വരട്ടെ, കണ്ടിട്ട് പോവാ, ചേച്ചി അവിടെ നിക്ക്. അപ്പോഴേക്കും വിനയപ്രസാദ് അങ്ങോട്ട് എത്തും. ഷൂട്ടിംഗ് കാണാൻ വന്ന ബാക്കിയുള്ള നാട്ടുകാരും നന്ദോട്ടിനൊക്കെ തുള്ളി ചാടാണ് കാണുമ്പോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിനയപ്രസാദിനെ തന്നെ നോക്കും. ശേഷം മേഡം ഒരു ഉമ്മൊക്കെ കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാൻ തുടങ്ങുകയാണേ. അങ്ങനെ ശ്രദ്ധിക്കാതെ നടക്കുമ്പോ ഒരു കല്ല് തടഞ്ഞങ്ങ് വീഴാൻ പോകുമ്പോഴേക്കും വേഗം രാധികയാണ് വന്ന് പിടിക്കുന്നത്. അത് എല്ലാവരും കാണുന്നുണ്ട്, അവിടുത്തെ പ്രൊഡ്യൂസറും ഡയറക്ടറും ജീവയൊക്കെ. വിനയപ്രസാദ് പറയും, താങ്ക് യു സോ മച്ച്. എന്താ പേര്? രാധിക. ഇത് കേൾക്കുമ്പോ ജീവയുടെ മുഖത്തൊരു ഭയങ്കര ഒരു സന്തോഷം. വിനയപ്രസാദ് പറയും, യു ലുക്ക് സോ മച്ച് ലൈക്ക് സിംഗർ ശ്യാമ. റിലേറ്റീവ് ആണോ? രാധിക പറയും, ശ്യാമയുടെ അതേ മുഖച്ചായ. റിലേറ്റീവ് ആണോ വയ്ക്കുമ്പോ രാധിക പറയും, അല്ല, ശ്യാമ മാഡത്തിന്റെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പിന്നെ മാഡത്തിനെയും. മാഡം പറയും, എനിവേ താങ്ക് യു രാധിക. അപ്പോ നന്ദൂട്ടൻ പറയും, ഐ ആം നന്ദൂട്ടൻ എന്ന് പറഞ്ഞ് ഷെയ്ക്കൻഡ് കൊടുക്കുക. മാഡം ഇങ്ങനെ കവിളിൽ കൈവച്ചതിന് ശേഷം ശരിയെന്ന് പറഞ്ഞ് ഷൂട്ട് നടക്കുന്ന അവിടേക്ക് പോവാണേ. ഇതൊക്കെ ജീവ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മാഡം പ്രൊഡ്യൂസറുടെ അടുത്തൊക്കെ പോയതിനു ശേഷം ജീവയുടെ അടുത്ത് പോയി അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. രാധിക പറയും, നല്ല മാഡം അല്ലേ? നന്ദൂട്ടൻ പറയും, എന്ത് നല്ല സ്വഭാവം അല്ലേ ചേച്ചി, ഇത്രയും വലിയൊരു സിനിമ നടി ചേച്ചിയുടെ പേര് ചോദിച്ചില്ലേ? രാധികയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോ വരുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയല്ല, മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഈ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ ജീവ രാധിക ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ രാധിക നന്ദൂട്ടനോട് പറയും, അവരൊക്കെ നല്ല മര്യാദ ഉള്ളവരാടാ, അല്ലാണ്ട് എന്താ എന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ നന്ദൂട്ടനോട് സംസാരിക്കുക. ഈ സമയം വിനയപ്രസാദും അതുപോലെ തന്നെ നമ്മുടെ ജീവയും രാധികനെ തന്നെ ശ്രദ്ധിക്കുക. ജീവയുടെ ഉള്ളില് ഒരു പ്രണയം മുട്ടിട്ടോ എന്നൊരു സംശയം, അതൊരു രീതിയിലാ നോക്കുന്നത്. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് മുത്തശ്ശി പ്രിയയോട് സംസാരിക്കാണ്. എന്നിട്ട് അവിടുന്ന് അലമാരയെന്നുള്ള പാരമ്പര്യമായുള്ള ആഭരണം തോന്നണോ ഒരു ആഭരണപ്പെട്ടി അങ്ങ് തുറന്നു കാണിക്കുക. ഇതിലുള്ള ആഭരണങ്ങൾ കാണുമ്പോ തന്നെ പ്രിയ അങ്ങ് ഞെട്ടിപ്പോവും. വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നോക്കുക. പത്മിനിയമ്മയും അവിടെ തന്നെ ഉണ്ട്. അമ്മ മോളെ, ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളത്, മരുമക്കളായി വന്ന് കയറുന്നവരുടെ അവകാശം ഇത്. മുത്തശ്ശി പറയും, എല്ലാം വളരെ വിലപിടിച്ചതാ, ഈ ഡിസൈനും മറ്റും വേറൊരു സ്ഥലത്ത് തെരഞ്ഞാലും കിട്ടില്ല. മോൾക്ക് എപ്പോഴാണോ അണിയാൻ തോന്നുന്നത് അപ്പോഴൊക്കെ എടുത്തണിയാം. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം വരുമ്പോ ഇതെല്ലാം അണിഞ്ഞു വേണം മോള് പോവാൻ. അതെന്താ? അമ്മ പറയും, അതൊക്കെ പറയാം. മുത്തശ്ശി പറയും, ഇനി മുതൽ ഇതെല്ലാം മോളുടെ മുറിയിൽ തന്നെ വെച്ചോ. പ്രിയക്ക് ഭയങ്കര സന്തോഷാവും. അപ്പോഴേക്കും ഉർവശി വന്നിട്ട് വയ്ക്കും, അതെങ്ങനെ അമ്മ പ്രിയങ്കയുടെ സ്വന്തം മുറിയിൽ സൂക്ഷിക്കുന്നത്? മുത്തശ്ശിക്കും എന്തു പറ്റി? പരമ്പരാഗതമായ ഈ ആഭരണങ്ങള് പ്രിയങ്കയ്ക്കും കൽപ്പനയ്ക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണല്ലോ. മുത്തശ്ശിക്കും ഉർവശിയോട് ആരാപ്പ ഈ കണക്ക് പറഞ്ഞ്? അപ്പോഴേക്കും ഞാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ കൽപ്പനയും വരാം. ഈ ആഭരണങ്ങളില് എനിക്കൊരു പങ്കുണ്ട്, ഇത് പ്രിയക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശി പറയും, കൽപ്പനയ്ക്ക് ഉണ്ടായിരുന്ന പങ്ക് വീതിച്ചു തന്നതല്ലേ? കൽപ്പന പറയും, അത് സത്യം, പക്ഷെ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അമ്മ പറയും, ആര് പറഞ്ഞു? കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് ഇതിലും കൂടുതൽ തന്നെയാ കൽപ്പനയ്ക്ക് തന്നിരിക്കുന്നത്. എനിക്കും അമ്മയ്ക്കും അതിന് കൃത്യമായി കണക്കുണ്ട്. കൽപ്പന പറയും, എല്ലാത്തിനും എല്ലാവരുടെ കയ്യിലും കണക്കുണ്ട്. സൂര്യയുടെ ഭാര്യയും വരുണിന്റെ ഭാര്യയെയും ഒരേപോലെ കണക്കാക്കുമ്പോ ഒന്നും മറക്കണ്ട, വരുണും സൂര്യയും ഒരുപോലെയല്ല. ജീവച്ചവം പോലെ ഇരിക്കുന്ന ഒരാളെ സഹായിക്കുന്നതിന് എനിക്ക് കൂലി കുറച്ച് കൂടുതൽ തന്നാലും കുഴപ്പമില്ല. ഈ രീതിയിൽ സംസാരിക്കുമ്പോ മുത്തശ്ശിയുടെ ദേഷ്യം അങ്ങ് ഇരട്ടിയാവുക. അവിടുന്ന് ചാടി എഴുന്നേറ്റ് വയ്ക്കും, എത്രയാ നിന്റെ കൂലി? ചോദിച്ചു കേട്ടില്ലേ, സൂര്യയുടെ കൂടെ നീ ജീവിക്കുന്നതിന് നീ നിശ്ചയിച്ചിട്ടുള്ള കൂലി എത്രയാണെന്ന്. അതിന് കൽപ്പന മറുപടി പറയുന്നില്ല. മുത്തശ്ശി പറയും, നോക്ക്, പല തവണയായി വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും സൂര്യയെ ആക്ഷേപിക്കുന്നത് നീ ഒരു ശീലമാക്കിയിട്ടുണ്ട്. നീ കാണുന്ന കണ്ണിലെ ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റില്ല. നിന്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് നിനക്കല്പം സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിച്ചു തന്നു, പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിച്ചാലുണ്ടല്ലോ. പത്മിനിയമ്മയും പറയും, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? എന്തെങ്കിലും കാര്യത്തില് ആരെങ്കിലും നിന്നെ അവഗണിച്ചിട്ടുണ്ടോ? മുത്തശ്ശി പറയും, വേണ്ട പത്മിനി, ഇത്രക്കാരുടെ ചെവിയിലെ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നാ പഴമക്കാർ പറയുന്നത്. ശേഷം പറയും, മോളെ പ്രിയങ്കെ, അതിങ്ങ് എടുത്തോണ്ട് വാ, മാറി നിക്കടി എന്ന് കൽപ്പനയോട് പറഞ്ഞ് മുത്തശ്ശി മുന്നിൽ പോവാ. പ്രിയങ്ക അതൊക്കെ എടുത്ത് ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ
കൽപ്പനയുടെ മുന്നിലൂടെ പോവും. കൽപ്പന ഛേ എന്ന് പറയും. അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞാ ഉർവശി പറയും അത് രക്ഷയില്ല, ഈ കണക്ക് പറഞ്ഞ് കൽപ്പന എല്ലാവരും കൂടി ഒരു മൂലക്കിരുത്തുമല്ലോ. കൽപ്പന പറയും ശ്രമിക്കട്ടെ, പക്ഷേ കൽപ്പന തോൽക്കുന്നതിന് മുമ്പ് മോന്റെ ബലികർമ്മം കണിമംഗലത്തുകാർ നടത്തിയിട്ടുണ്ടാവും. ഇവരെന്നെ തോൽപ്പിച്ചാൽ അവിടെയാ ഞാൻ തീർക്കുക. അത് കേൾക്കുമ്പോ ഉർവശിയുടെ ഉള്ളിലൊരു സന്തോഷം. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ആയിട്ടുണ്ട്. വരുൺ അവിടെ പാട്ടോ മറ്റോ കേട്ടോണ്ടിരിക്കുക. ഈ സമയം പ്രിയങ്ക കുറച്ച് മോഡേൺ ലുക്കില് വരുണിന്റെ മുന്നിൽ വന്നിങ്ങനെ സ്റ്റൈലായി നിൽക്കണേ, ഈ തപസ്സിളക്കാൻ വന്ന ഒരാളെ പോലെ. അങ്ങനെ വരുണ് ഈ കോലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവിടുന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോ അടുത്ത് വന്ന് പ്രിയങ്ക ഇരിക്കേ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുക. എന്നിട്ട് പറയും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. വരുൺ പറയും എനിക്കൊന്നും സംസാരിക്കാനില്ല. പ്രിയക്കും എന്താ എന്നെ പേടിയാണോ? പേടിക്കണ്ട, വരുണിന് എന്നോട് ഇഷ്ടം തോന്നുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. അതുവരെ എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അമ്മയോടും മുത്തശ്ശിയോടൊക്കെ ചോദിക്കാൻ മടിയായിട്ടാ. വരുൺ ചോദിക്കും താല്പര്യമില്ലെങ്കിലും എന്താ കണിമംഗലത്തുകാരുടെ ബിസിനസ്? വരുൺ ചോദിക്കും ഹോ കണിമംഗലത്തുകാരുടെ സ്വത്തളക്കാനുള്ള ഉദ്ദേശമാണോ? പ്രിയറും അല്ല, ഈ കുടുംബത്തിലൊരു അംഗമാകുമ്പോ അറിഞ്ഞിരിക്കാൻ ഒരു ആഗ്രഹം. വരുൺ പറയും അച്ഛന് പല ബിസിനസ്സുകളും ഉണ്ട്, ഫാബ്രിക്കേറ്റ് എക്സ്പോർട്ടിങ്, 1-2 ടീ എസ്റ്റേറ്റുകള്, പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാക്ടറികളുണ്ട്, പിന്നെന്തോ ഷെയർസും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയാണെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. പ്രിയങ്ക പറയും അയ്യോ വേണ്ട. വരുണും ഇതൊക്കെ തന്നെയാണോ ഫോളോ ചെയ്യാൻ പോകുന്നത്? വരുൺ പറയും ഞാൻ ജീവിക്കണോ വേണ്ടോ എന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. പ്രിയങ്ക പറയും പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്താൽ എന്താ? ഇപ്പൊ എന്താ പറയാ, ഈ ന്യൂ ജനറേഷനൊക്കെ അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഉദാഹരണത്തിന് സിനിമ. അത് കേൾക്കുമ്പോ തന്നെ വരുൺ പ്രിയങ്കനെ എങ്ങനെ നോക്കും. വേണമെങ്കിൽ കണിമംഗലം പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരുണിനെ വലിയൊരു നിർമ്മാതാവാക്കാൻ പറ്റില്ലേ? എത്ര പെട്ടെന്ന് ഫേമസ് ആവാ? വരുൺ പറയും അങ്ങനെ ഫേമസ് ആകാൻ എനിക്ക് കൊതിയൊന്നും ഇല്ല. പ്രിയങ്ക പറയും പക്ഷെ എനിക്കുണ്ട്. വരുൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയിൽ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കണം എന്ന് വരെ എനിക്ക് താല്പര്യമുണ്ട്. എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് സ്റ്റാർ ആവാന്നുള്ളത്. വരുൺ പറയും എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ലൈഫാ, അല്ലാതെ ഒരു സ്റ്റാറിനെ ഒന്നും അല്ല ആവശ്യം. എന്തായാലും താൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതില് സന്തോഷം. നിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വരുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ ബന്ധമൊന്നും അവസാനിച്ചു കിട്ടുമല്ലോ. താങ്ക്സ്. വരുൺ. അപ്പോഴേക്ക് വരുൺ പറയും കിടന്നോളൂ ബൈ എന്ന് പറഞ്ഞ വരുൺ റൂമിൽ പോവാ. പ്രിയങ്ക അറിയും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഞാൻ ചരട് കയ്യിലെടുത്തിട്ടേ ഉള്ളൂ, ഇനി മുറുക്കി തുടങ്ങണം എന്ന് പറഞ്ഞിങ്ങനെ നിക്കണേ. അതിനുശേഷം രാത്രിയിലെ പിന്നെ കാണിക്കുന്നത് രാധികനെയാണ്. രാധിക ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോ 2 കാലുകൾ ഇങ്ങനെ നടന്നു വരിക. പെട്ടെന്ന് രാധികയുടെ കണ്ണങ്ങ് പൊത്തും. രാധിക അങ്ങ് പേടിച്ചു പോവും. ആരാ ഇത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. അപ്പോഴേക്കും മുന്നിൽ വന്നിരിക്കുന്നത് വരുണാണ്. വരുണിനെ കാണുമ്പോ രാധികയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം വരിക. അല്ല എങ്ങനെ വന്ന്? വരുൺ പറയും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? അതെ, ഞാൻ തന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്, ഞാൻ തന്നെയല്ലേ താലി കെട്ടിയത്, എന്നിട്ടും എന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടിയാലും ഞാൻ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. രാധിക പറയും വേണ്ട പൊയ്ക്കോ, ആരെങ്കിലും അറിഞ്ഞാലോ? വരുൺ പറയും എന്നാ പിന്നെ എല്ലാവരും അറിയട്ടെ, താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ പ്രണയത്തിന്റെ ഒരൊറ്റ വാക്ക് താനാണ്. രാധികയ്ക്ക് അങ്ങ് ടെൻഷനാവും. ഈശ്വര പ്രിയങ്ക. വരുൺ പറയും പ്രിയങ്ക അവള് വേഷം കിട്ടിയതാ, യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോ അവള് തന്നെ അത് അഴിച്ചോളും എന്ന് പറയുമ്പോ രാധികയ്ക്ക് ടെൻഷനുണ്ട്. പെട്ടെന്ന് വരുൺ രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കാണാ. ഇതല്ലേ ഞാൻ തന്റെ കഴുത്തിൽ കെട്ടിയ താലി? ഞാൻ തന്റെ ഭർത്താവല്ലെങ്കിൽ താൻ ഇതെന്തിനാ സൂക്ഷിക്കുന്നത്? എന്തിനാ കഴുത്തിലിട്ടിരിക്കുന്നത്? പണ്ടത്തെ പോലെ തനിക്കെന്നെ ഇഷ്ടമല്ലേ ഇപ്പോ? രാധികയുടെ കണ്ണൊക്കെ അങ്ങ് നിറയാൻ തുടങ്ങും. കരയാൻ തുടങ്ങുമ്പോ വരുണ് 2 കണ്ണുകളും തുടച്ചു കൊടുക്കുക. എന്നിട്ട് പറയും അതെ, കരയാൻ ഞാൻ സമ്മതിക്കില്ല, തന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാ. രാധികയ്ക്കും എങ്ങോട്ട്? വരുൺ പറയും എന്റെ കൂടെ. പിരിഞ്ഞിരുന്നും കരഞ്ഞും നെഞ്ചുപൊട്ടി കരഞ്ഞും ചാവാൻ പറ്റില്ല, നമുക്ക് ജീവിക്കണം, നമ്മൾ കണ്ട സ്വപ്നം പോലെ നമുക്ക് ജീവിക്കണം, വന്നേ. രാധിക പറയും അല്ല. അപ്പോഴേക്കും വരുൺ രാധികയുടെ വാ പൊത്തിവെക്കുക. ശേഷം കവിളിങ്ങനെ പിടിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കും. ശേഷം കൈ പിടിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാ. പെട്ടെന്നായിരിക്കും രാധിക സ്വപ്നത്തിൽ എഴുന്നേൽക്കുന്നത്. ഇതെല്ലാം രാധിക കണ്ട സ്വപ്നങ്ങളായിരുന്നു. ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി ചുറ്റിലും നോക്കുകയാണ് രാധിക. പെട്ടെന്ന് യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോ എന്താ കൃഷ്ണ ഇത്? അരുത് അരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്നത് എന്തിനാ? വേണ്ട, എന്റെ മനസ്സിന്ന് ഈ തോന്നലുകളൊക്കെ ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞിങ്ങനെ ഒരു വിങ്ങലോട് കൂടി, സന്തോഷമാണെങ്കിലും അത് വേണ്ടെന്നുള്ള തീരുമാനത്തില് രാധിക ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അവിടെ. ശേഷം പിറ്റേ ദിവസം രാവിലെയാണ്. അവിടെ കണിമംഗലത്ത് പ്രിയ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ തൊട്ടടുത്ത് വരുണില്ല. അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കുമ്പോണ്ടാവും വരുൺ സോഫയിൽ കിടന്നുറങ്ങുന്നു. പ്രിയ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശി പൂജാ റൂമിലേക്ക് പോകുന്നത് കാണാ. പ്രിയ അപ്പൊ തന്നെ അകത്തേക്ക് കയറും. ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചു വരുന്ന പോലെ വരിക. പൂജാ റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ മുത്തശ്ശി അവിടെ ഇരുന്ന് പ്രാർത്ഥനയില്ല. അങ്ങനെ മുത്തശ്ശി എഴുന്നേൽക്കാനായെന്ന് മനസ്സിലാവുമ്പോ പ്രിയങ്ക വേഗം ഓടി വരുണിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് മുത്തശ്ശി ഡോർ തുറന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഡോർ തുറക്കാന്ന് മനസ്സിലാവുമ്പോ
മുത്തശ്ശിയെ കാണാത്തതുപോലെ വരുണിന്റെ കാലില് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് വരുൺ ഇങ്ങനെ നോക്കി നിൽക്കും. ഈ കാഴ്ച കാണുമ്പോ മുത്തശ്ശിക്ക് സന്തോഷാവും. വരുണാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല. മുത്തശ്ശി അടുത്ത് വരുമ്പോ പ്രിയ പറയും, വരുണേട്ടൻ പുലർച്ചയ്ക്കോ മറ്റോ വന്നതാണ്, ഞാൻ എഴുന്നേറ്റപ്പോ കണ്ടില്ല. അപ്പോഴേക്ക് കൽപ്പന അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി അപ്പോ വരുണിനെ വിളിക്കുക, എഴുന്നേൽക്ക്. വരുൺ പെട്ടെന്ന് കണ്ണോർക്കുമ്പോ എല്ലാരും കാണാ. മുത്തശ്ശിക്കും, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ വന്നിരുന്നതാ, അറിയാണ്ട് ഉറങ്ങിപ്പോയി. പ്രിയങ്ക മോളെ നിന്റെ കാലില് തൊട്ട് കണ്ണില് വെക്കുന്നത് കണ്ടിട്ടാ ഞാൻ വന്നത്. അപ്പൊ തന്നെ വരുൺ ഇങ്ങനെ പ്രിയനെ നോക്കും. കൽപ്പനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി കൽപ്പനയെ നോക്കിക്കൊണ്ട് പറയും, ഇന്നത്തെ കാലത്ത് ഭർത്താവിനെ വണങ്ങാന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ല, എല്ലാം വളർത്തിയ കുടുംബത്തിന്റെ മഹത്വം. അപ്പൊ കൽപ്പന പറയും, പാരമ്പര്യം കൂടുതലുള്ള ആളുകളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ ഇതുപോലുള്ള പൊടിക്കൈകള് നല്ലതാ, പക്ഷേ ഇതൊന്നും സത്യമാണെന്ന് കരുതണ്ട. പ്രിയക്കേനുള്ള മറുപടി ഇപ്പൊ പറയാൻ വയ്യല്ലോ. മുത്തശ്ശി ഞാൻ അടുക്കളയിലേക്ക് പൊക്കോട്ടെ. മുത്തശ്ശി പറയും, ശരി മോളെ. അങ്ങനെ കൽപ്പനയെ ഒരു നോട്ടം നോക്കിട്ടാ പ്രിയങ്ക കിടന്നു പോണേ. ആ മുത്തശ്ശി പറയും, നീ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും പറയാതെ ആ കുട്ടി പോയത് കണ്ടോ? അതാ ജനിച്ച കുടുംബത്തിന്റെ മഹത്വം. ഇതൊക്കെ പ്രിയങ്ക അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. മുത്തശ്ശി പറയും, ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലേ ആടയാഭരണങ്ങളിട്ട് ആളുകളെ ഭ്രമിപ്പിച്ച് നടന്നാ പോരാ, നല്ലൊരു മനസ്സ് വേണം അവളെ പോലെ. ഇങ്ങനെയൊക്കെ പറയുമ്പോ കൽപ്പന വീണ്ടും അവിടെ തോറ്റുപോവാണ്. ദേഷ്യം അങ്ങ് ഇരട്ടിയാവുന്നുണ്ട്. പ്രിയങ്കയാണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ സന്തോഷത്തില് അവിടെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ ആണ്. ഇതിലെ ശ്യാമയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, ബോധമില്ല, ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് അശ്വതി. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് രാധിക ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുക്കാനായിട്ട് കൊളക്കടവിൽ വന്ന് വെള്ളം എടുത്ത് പോകുമ്പോ ഉണ്ടാവും അങ്ങോട്ടേക്ക് ജീവ വരുന്നേ. എന്നിട്ട് രാധികയോട് പറയും, എന്റെ ഇഷ്ടവും എന്റെ പ്രണയവും ഒക്കെ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് മാത്രമാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. രാധികയ്ക്ക് ആകെ പേടിയാവും, അല്ല എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ രാധിക തിരിച്ചു ചോദിക്കണേ. ഇതേസമയം വിനയപ്രസാദും ആ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഷൂട്ടിനായിട്ട് അവര് വന്നതായിരിക്കാം. എന്തായാലും രാധികനെ ജീവ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ ചാനലും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്